സോഷ്യൽ മീഡിയയിലൂടെ സദ്ദാം ഹുസൈൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പാണ് ഇറാഖി സ്പെഷ്യൽ ട്രിബ്യൂണൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നത്. ആ തൂക്കിലേറ്റപ്പെട്ട സദ്ദാം ഹുസൈൻ്റെ പേരിലാണ് ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഒളിത്താവളത്തിൽ നിന്നും അമേരിക്കൻ മിലിറ്ററി സദ്ദാം ഹുസൈനെ പിടികൂടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താടിയും തലമുടിയും ഒക്കെ നരച്ച രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള ആ സദ്ദാം ഹുസൈൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യൻ്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനത്തിൽ നിന്നും എഴുന്നേറ്റ് ആളുകളെ കൈവീശി കാണിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമായിരുന്നു അത്. എന്നാൽ സദ്ദാം ഹുസൈൻ എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തികച്ചും ഫേക്കാണ്. നമുക്കറിയാം, 2006 ഡിസംബർ 30 സദ്ദാം ഹുസൈനെ ഇറാഖി സ്പെഷ്യൽ ട്രിബ്യൂണൽ തൂക്കിലേറ്റുകയുണ്ടായി. തൂക്കിലേറ്റുന്ന സമയത്തും ഖുർആനിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടായിരുന്നു ആ മനുഷ്യൻ മരണപ്പെട്ടത്. മാത്രവുമല്ല, ആ സമയങ്ങളിൽ പോലും അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സദ്ദാം ഹുസൈനെ ഇറാഖി സ്പെഷ്യൽ ട്രിബ്യൂണൽ തൂക്കിലേറ്റി എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ഇത്തരത്തിൽ സദ്ദാം ഹുസൈൻ എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ തികച്ചും ഫേക്കാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതോടൊപ്പം തന്നെ സദ്ദാം ഹുസൈൻ എന്ന പേരിൽ മറ്റൊരു ചിത്രം കൂടി സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നുണ്ട്. സദ്ദാം ഹുസൈൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു സൈനികൻ്റെ ചിത്രമായിരുന്നു അത്. അറബ് സോഷ്യൽ മീഡിയകളിൽ അത് വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ജുമാ മുബാറക് എന്നുള്ള അടിക്കുറിപ്പോടുകൂടി ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഈ ചിത്രം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ രൂപസാദൃശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ കൂടി ഒരാളുടെ രൂപസാദൃശ്യമുള്ള മറ്റൊരു വ്യക്തിയെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വലിയ പാടുപെട്ട പണിയൊന്നുമല്ല. മാത്രവുമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ സത്യസന്ധമായ വാർത്തകൾക്കൊപ്പം തന്നെ പല ഫേക്ക് ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വേണം നാം ഷെയർ ചെയ്യുവാൻ.